കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. മാവ് തയ്യാറാക്കിയ ഉടൻ തന്നെ നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം പഞ്ചസാരയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോഴിമുട്ട കഴിക്കാത്തവർക്ക് ഈസ്റ്റോ അപ്പക്കാരോ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ, നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി അതിലേക്ക് അല്പം ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി 1 കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ആണ് ചേർക്കുന്നത്. ഇനി സ്മെല്ലിന് വേണ്ടിയിട്ട് ഏലക്കയുടെ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാറ്റേൺ ഭയങ്കര തിക്കാവരുത്, എന്നാൽ ലൂസാവരുത് കേട്ടോ. കുറച്ച് തിക്കായപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം കൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം. അതിനായി പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലൊരു കയ്യിൽ വെച്ച് അതിലേക്ക് 3/4 ഭാഗത്തോളം എണ്ണ എടുത്ത് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരല്പം വെള്ളം കൂടിയത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിന് വരും. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അത്രയ്ക്ക് ലൂസാവണ്ട. ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് മേലേക്ക് അങ്ങ് കരിഞ്ഞു വരില്ലേ. ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നോക്കൂ. നല്ല ടേസ്റ്റാണിത്. ഒട്ടനെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാം ചായയുടെ കൂടെ. സൂപ്പറാണ്. കണ്ടില്ലേ, ഉള്ളൊക്കെ സോഫ്റ്റായിട്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.